അങ്ങനത്തെ ഉള്ളവരുടെ അക്കൗണ്ട്സ് ആയിരിക്കും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഒരു വീഡിയോ ഇവരറിയോ? ആറാട്ടണ്ണനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആറാട്ടണ്ണൻ ഇവർ രണ്ടുപേരും അറിയില്ലേ? അറിയോ? ഫണ്ണി ആയിട്ടാണോ തോന്നാറ്? ക്രിഞ്ച്. ഞാൻ അങ്ങനെ ഒന്നും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവേ അല്ല. ആറാട്ടണ്ണൻ ഇവരെ കേട്ടിട്ടുണ്ടോ? പണ്ണുമല്ല ക്രിഞ്ചല്ല, ഒരു ബോളത്തരാണ്. ജനമനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീൽസിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ. ഇവരുടെ വീഡിയോ ഇത്രയോ റീച്ച് കയറാനുള്ള കാരണം എന്താണ്? ഇവരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇവരുടെ വീഡിയോ കാണുന്നതിന്റെ നിങ്ങളുടെ ഇമോഷൻസ് എന്താണ്? അതാണ് നമ്മുടെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവർ രണ്ടുപേരും അറിയില്ലേ? അറിയോ? ഇവർ രണ്ടുപേരും അറിയോ? ഇവരെ പറ്റി എന്താണ് അഭിപ്രായം? ഐ മീൻ നമ്മുടെ ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഫുൾ ടൈം ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റ ആയാലും ഫുൾ ഇവർ ഓണാണ്. എപ്പോഴും ഡെയിലി ഇവരുടെ വീഡിയോസ് വരും, എല്ലാവരും കാണാറുണ്ട്, ഭയങ്കര വ്യൂവേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര വ്യൂവേഴ്സ് കിട്ടാൻ കാരണം? എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ആവാൻ തോന്നിയത്? അവർക്ക് അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. ഇവരുടെ വീഡിയോ കാണുമ്പോൾ തനിക്ക് എന്താണ് ഫീൽ ചെയ്യാറ്? പ്രത്യേകിച്ച് തോന്നാറില്ല. ഐ മീൻ ക്രിഞ്ച് ആയിട്ടാണോ അതോ ഒരു തമാശയായിട്ടാണോ? തമാശ. അത് അവരുടെ കണ്ടന്റ് ആയിട്ടാ തോന്നുന്നത്. അവർക്ക് റീച്ച് കിട്ടാനുള്ള, അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഒരു അങ്ങനെ ഒരു അഭിനയിക്കുന്നതാണോ? എപ്പോഴും അഭിനയമല്ല. എന്താണ് തോന്നുന്നത്? അവരുടെ വീഡിയോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ അവര് ചിലപ്പോ സ്ട്രാറ്റജി ആവാം, അറിയില്ല. അവര് കാശ് ഉണ്ടാക്കേണ്ടത് കൊണ്ട്. ഇപ്പൊ ഗേൾസ് ഒക്കെ ഇപ്പൊ റീൽസ് ചെയ്യണ ഗേൾസ് ഒക്കെ ഈ അലിൻ ജോസിനെ എനിക്ക് ഇങ്ങനെ കിട്ടാൻ പോണുള്ളൊരു ആളിങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് റീൽസ് ചെയ്യാറുണ്ട് റീച്ചിന് വേണ്ടി. ഈ ഗേൾസ് ഇങ്ങനെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഗേൾസ് ഇങ്ങനെ ആളുടെ പടം ഇട്ടിട്ട് ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അതിനോട് എന്താണ് അഭിപ്രായം? മനസ്സിലായില്ല. നമ്മുടെ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരെ അവരുടെ വീഡിയോ കാണാറുണ്ടോ? ഇല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വലിയ ഇവരറിയില്ല അലിൻ ജോസ് പെരേര? കേട്ടിട്ടുണ്ട്. ഇവരുടെ വീഡിയോ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ അങ്ങനെ ഒന്നും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവേ അല്ല. ആകെ ഞാൻ എന്റെ വീട്ടിലോട്ട് വിളിക്കാൻ വേണ്ടി മാത്രം ഫോൺ എടുക്കുന്ന ഒരു ടീം. എന്നാലും ഇവരെ പറ്റി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, എന്താണ് കേട്ടേക്കുന്നത്? കുഴപ്പമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാൻ നിൽക്കരുത്. കാരണം അവർക്ക് അവരുടേതായ രീതിയുണ്ട്. ചിലപ്പം താങ്കൾക്ക് എന്നെ പിടിച്ചില്ലെന്ന് വരും, പക്ഷെ എനിക്ക് ഓക്കെയാ. നമ്മളൊരു മനുഷ്യനെ കുറിച്ച് അഭിപ്രായം പറയാൻ പോരുത്. ഓരോരുത്തർക്കും അവരുടേതായ ശീലമുണ്ട്, രീതിയുണ്ട്, ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ഒന്നും അഭിപ്രായം പറയാൻ പോകരുത്. ഈ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരെ കണ്ടിട്ടുണ്ടോ? അറിയോ? കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട്. ഇവരുടെ വീഡിയോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ഇവരുടെ വീഡിയോസ് കാണുമ്പോ ബ്രോയ്ക്ക് തോന്നാറ്? അവര് ഫണ്ണിയായിട്ട് എടുക്കും. അവര് കാണിക്കാൻ ബ്രോ ആ ഒരു വീഡിയോ കാണുമ്പോ ബ്രോയ്ക്ക് ഉണ്ടാവുന്ന ഇമോഷൻ എന്താണ്? ഇടയ്ക്കൊക്കെ പുള്ളി ഇങ്ങനെ ഓരോരുത്തരെ പറ്റിയിരുന്ന അതൊക്കെ തെറ്റാ. പുള്ളി പിന്നെ ജയിലിലൊക്കെ എങ്ങാണ്ട് പോയില്ലേ, അതൊക്കെ തെറ്റാ. അല്ലാണ്ട് പുള്ളിയുടെ വിവരം, നല്ല വിവരം, പഠിപ്പും ഇതൊക്കെ എന്തോ ഫിലോസഫി ഇതൊക്കെ ഉള്ളതല്ലേ. അതൊക്കെ വെച്ച് പുള്ളിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല ഇതാവാം. ഇനിയും സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. നമ്മുടെ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരെ കേട്ടിട്ടുണ്ടോ? അറിയോ? ഇവരറിയോ? എനിക്ക് ട്രോൾ എന്താ അങ്ങനെയാണെന്ന് അറിയാം. എപ്പോഴും കണ്ടിട്ടുണ്ടോ ഫോണിൽ? അങ്ങനെ കണ്ടിട്ടില്ല. ഐ മീൻ ട്രോള് കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഇമോഷൻസ് ഉണ്ടാവും? എന്ത് ഫീൽ ആണ്? ശരി, ഫണ്ണി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇവരെ? ഫണ്ണി ആയിട്ട്. ഓക്കെ. അപ്പൊ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരുടെ ഒരു വീഡിയോ ഇവരറിയോ? ഇവരുടെ വീഡിയോസ് കാണാറുണ്ടോ? എന്താണ് അഭിപ്രായം അവരുടെ വീഡിയോസിനോട്? പറഞ്ഞോ എന്താണ് ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇമോഷൻ എന്താണ്? ഈ ഒരു വീഡിയോ കാണുമ്പോ ഫണ്ണാണോ ക്രിഞ്ചാണോ എന്താണ്? എല്ലാം കൂടിയാണ്. നിങ്ങൾ കാണാറുണ്ട് ഇവർക്ക് ഏത് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഭയങ്കര റീച്ചാണ് ഏത് വീഡിയോ ഇട്ടാലും അവരുടെ. ഇത് എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്ര റീച്ച് കിട്ടാനുള്ള കാരണം? സാധാരണ ഒരു സിനിമ നടനേക്കാളും ഭയങ്കര റീച്ച് ഉണ്ട് ഇപ്പൊ ഇവർക്ക്. ഒരു ഏത് ചാനൽ എടുത്ത് നോക്കിയാലും ഇവർക്ക് ഭയങ്കര റീച്ചാണ്. എന്താണ് ഇവർ ഇത്ര റീച്ച് വരാനുള്ള കാരണം? വെറുതെ ഇരിക്കുമ്പോ ആൾക്കാർക്ക് അത് കാണുമ്പോ ചിരി വന്നുണ്ടാവാം, ആ ഒരു സ്ട്രെസ് റിലീഫ് ആവുണ്ടാവാം. അതായിരിക്കും മെയിൻ റീസൺ. നിങ്ങൾക്ക് എന്ത് ഇമോഷൻസ് ആണ്? ക്രിഞ്ച് ആയിട്ടാണ് ഫണ്ണാണ്?
രണ്ടും കൂടെ ഉള്ള ഒരു സാധനമാണ്. ഓക്കെ. അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരെ അറിയോ? ഇവരുടെ വീഡിയോ കാണാറുണ്ടോ? ഇവരുടെ വീഡിയോ കാണാറുണ്ട്, പക്ഷെ അമ്മ അവരായിട്ട് വല്ല അത് ഇവരുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഫണ്ണായിട്ടാണോ അതോ ക്രിഞ്ച് ആയിട്ടാണോ? ഫണ്ണുമല്ല ക്രിഞ്ചല്ല, ഒരു ബോളത്തരാണ്. ബോളത്തരായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഫണ്ണായിട്ട് കാണുന്നത്. ഫണ്ണായിട്ട് കാണാറുണ്ട് ഇവരുടെ വീഡിയോസ്. ഇപ്പൊ ഇവർക്ക് ഭയങ്കര റീച്ചാണ്. ഇപ്പൊ ഏത് ചാനലിൽ ഇവരുടെ ഫേസ് ഇട്ടാലും ഭയങ്കര റീച്ചാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്ര ആൾക്കാർ ഇവരെ കാണാനുള്ള ഒരു റീസൺ? റീസൺ അതന്നെ, ബോളത്തര കളിക്കുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഓരോ എൻജോയ്മെന്റ് ആക്കുന്നു, അവരവരുടെ പാട്ടിന് കളിക്കുന്നു. അത് നമ്മളിപ്പോ എന്ത് വീഡിയോ ഇട്ടാലും നമ്മക്ക് റീച്ച് കിട്ടില്ല. ബോളത്തരം കളിച്ചെങ്കിൽ റീച്ച് കിട്ടും. നമ്മ നല്ല കണ്ടന്റ് ഇട്ടാല് നമുക്ക് അതിൻ്റെതായ വ്യൂസും റീച്ചും കാര്യം ഇല്ല. അവര് തോന്നിയാസ കളിച്ചാല് അവർക്ക് ഫാൻസാറും മൊത്തം ഉണ്ട്, ഭയങ്കര റീച്ചാണ്. അതാണ് കാരണം. അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരെ അറിയോ? വീഡിയോസ് കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല, വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരുടെ വീഡിയോ കാണുമ്പോ ബ്രോയ്ക്ക് എന്ത് ഇമോഷൻ ആണ് തോന്നാറ് ആ ഒരു വീഡിയോ കാണുമ്പോ? കൊഴപ്പില്ല, ആറാട്ടണ്ണനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? ആറാടിയാണ്, അതൊക്കെ തന്നെ മതിയില്ല, ഒന്നുമില്ല. അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരെ അറിയോ? കേട്ടിട്ടുണ്ടോ? ഇവരെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം, ഇഷ്ടം. നല്ല അഭിപ്രായം. ഇവരുടെ വീഡിയോസ് കാണാറുണ്ടോ? ചെറുതായിട്ട് ഇടയ്ക്ക് കാണാറുണ്ട്. ഈ ഇവരുടെ വീഡിയോസ് കാണുമ്പോ എന്താണ് ഫീൽ ചെയ്യാറ്? ഇല്ലായിട്ടൊന്നുമല്ല, വെറുതെ ഇരുന്ന് കാണുന്നത് പറയിച്ചിട്ട്. ഇവരുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്രിഞ്ച് ആയിട്ടാണോ ഫണ്ണി ആയിട്ടാണോ തോന്നാറ്? ക്രിഞ്ച് ആയിട്ടാണോ തോന്നാറ്? ഇവരുടെ ഇവിടെ ഇപ്പൊ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇവരുടെ ഫേസ് കണ്ട ഭയങ്കര റീച്ചാണ്. എന്ത് കണ്ടിട്ടായിരിക്കും ഇവര് ഈ ആൾക്കാരൊക്കെ ഇവരുടെ വീഡിയോ കാണുന്നത്? ക്രിഞ്ച് കണ്ടിട്ട് തന്നെയാ. ക്രിഞ്ച് ഇഷ്ടമുണ്ട് ചെറുതായിട്ട്. ഒരുപാട് ഷെയറിങ്ങും വരാറുണ്ട്. അപ്പൊ അതായത് ഗ്രൂപ്പുകളിലേക്ക് ആയാലും ഭയങ്കര ഷെയറിങ്ങും വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ? ഫ്രണ്ട് ഷെയർ ചെയ്യും ഇപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് അവരെ വെറുപ്പിക്കണമല്ലോ, വെറുതെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും തോന്നുന്നത്. ഈ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരെ ഇൻസ്റ്റാഗ്രാമില് കണ്ടിട്ടുണ്ട്. ഇവരുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഇമോഷൻ ആണ് തോന്നാറ്? ജസ്റ്റ് ഫണ്ണാണോ അതോ ക്രിഞ്ചാണോ? എന്ത് ഇമോഷൻ ആണ് തോന്നാറ്? അവര് അവരുടെ ഇതിൽ ചെയ്യുന്നു. അതൊക്കെ ഓരോരുത്തരുടെ കാണുമ്പോ ഒരു രസം തോന്നാറുണ്ടോ? രസമായിട്ടൊന്നും തോന്നാറൊന്നുമില്ല, പക്ഷെ ഓരോരുത്തര് അവരുടെ ഇവർ ഏത് പ്ലാറ്റ്ഫോമിൽ ഇട്ടാലും ഇവരുടെ ഫേസിന് ഭയങ്കര റീച്ചാണ്. ഇപ്പൊ ഏത് ചാനൽസ് ആയാലും ഭയങ്കര റീച്ചാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ആൾക്കാർ ഇത്രയും ഈ വ്യക്തികളിലായിട്ട് കാണാൻ? പബ്ലിസിറ്റി ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ കൂടുതലും അക്കൗണ്ട്സ് ആണെങ്കിലും റീച്ച് ആവുന്നത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ആണെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ട് ആണെങ്കിലും കുറച്ച് എന്തെങ്കിലും നോർമൽ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യണേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ഉള്ളവരുടെ അക്കൗണ്ട്സ് ആയിരിക്കും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്.